ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ദിവസം ഭംഗിയായി കഴിഞ്ഞു. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതിനോടകം തന്നെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയൊക്കെ ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞു. ക്യൂട്ട്നെസ് ഇട്ട് മെഴുകുന്ന ആളുകൾക്ക് ഒരു സീസണിലും പഞ്ഞം ഉണ്ടാവില്ല. അതുപോലെ തന്നെ സേഫായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ബിഗ് ബോസ് സീസൺ 7-നുള്ളിലുമുണ്ട്. കണ്ടൻറ്റിന് വേണ്ടി മനഃപൂർവ്വം കണ്ടൻറ് ഉണ്ടാക്കുന്ന ചില പ്ലേയേഴ്സുമുണ്ട്. എന്നാൽ തൻ്റെ നല്ലാത്ത കാരണം കൊണ്ട് തൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് അറിയാതെ തന്നെ പുറത്ത് വന്നു പോയി എക്സ്പോസ്ഡ് ആകപ്പെട്ട അത്തരം കണ്ടസ്റ്റൻസും ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് നല്ലൊരു അനാലിസിസ് വഴി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പറയുമ്പോൾ പറയാം, അഭിശ്രീയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അഭിശ്രീ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അറിയാവുന്ന ഒരാളുമാണ്, വളരെ ആക്റ്റീവാണ്. പക്ഷേ നല്ല രീതിയിൽ അല്പം ഒന്ന് കൺട്രോൾ ചെയ്ത് നാവിനെയും കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോയിൽ അഭിശ്രീയുടെ കാര്യം അല്പം പരുങ്ങലിലാവാൻ സാധ്യതയുണ്ട്. ഓവർ ആക്റ്റീവായി പോവരുത്. ഇനി പിന്നീട് വരുന്നത് അക്ബർ ഖാനാണ്. അക്ബർ ഖാനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള ഒരു എൻട്രിയൊക്കെ കഴിഞ്ഞ് കയറിയ ആളാണ്. എങ്കിലും ചില സമയത്ത് നാവദോഷം അക്ബർ ഖാന് പിഴയാവുമോ എന്നൊരു സംശയമുണ്ട്. ഓവറായിട്ടുള്ള സ്വാതന്ത്ര്യമെടുക്കുക, മറ്റ് കണ്ടസ്റ്റൻറ്റിനെ എടിപൊടി വിളിക്കുക, അഭികാമ്യമല്ലാത്ത ഭാഷകൾ ഉപയോഗിക്കുക, ഇതൊക്കെ അക്ബർ ഖാൻ്റെ ഒരു ചെറിയൊരു പോരായ്മയല്ല, വലിയൊരു പോരായ്മയാണ്. സരിക വളരെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിലും ഒരു കുലസ്ത്രീ ടച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പാനി ശരത് ആക്റ്റീവാണ്, എങ്കിലും പലരെയും കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ആരെയും കോൺസെൻട്രേറ്റ് ചെയ്യാതെ സ്വന്തം ഗെയിമിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അപ്പാനിക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റും. ക്യൂട്ട്നെസ്സിൻ്റെ അവതാരമായി മാറാൻ ശ്രമിക്കുന്ന ആര്യൻ്റെ ഗെയിം ഒന്നും കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവാണ്. പക്ഷേ ചില സമയങ്ങളിൽ ആര്യൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അസഹനീയമാവുന്നുണ്ടെന്ന് ഒരു കണ്ടസ്റ്റൻ്റ് പറയുകയുണ്ടായി. അതേ കാരണം കൊണ്ട് തന്നെയാണ് ആര്യൻ നോമിനേഷനിൽ വന്നതും. ജിസയിലാവട്ടെ മുൻപൊരു ബിഗ് ബോസിൽ മത്സരിച്ചതിൻ്റെ എക്സ്പീരിയൻസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. വളരെ മാന്യതയുള്ള, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുന്ന, എന്നാൽ ഗെയിമിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു പെരുമാറ്റമാണ് ജിസേൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിസേലിന് അത്യാവശ്യം സപ്പോർട്ടുണ്ട്. സ്റ്റാർ മാജിക്കിൽ തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് അനുമോൾ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് വലിയ കാര്യമായ ഒന്നും ചെയ്യുന്നില്ല, എന്തൊക്കെയോ എവിടെയൊക്കെയോ ആൾ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പതിഞ്ഞ തുടക്കമാണ് അനുമോളുടെ. പോകെ നമുക്ക് നോക്കാം എന്താവുമെന്ന്. ശൈത്യ സന്തോഷ് ആ വീട്ടിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. മറ്റുള്ള കണ്ടസ്റ്റൻസ് സംസാരിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരിയായോ കേൾവിക്കാരിയായോ ഒക്കെ ഇരിക്കുന്നത് കാണാമെങ്കിലും ആൾ ഒട്ടും ആക്റ്റീവല്ല. നെവിൻ ആവട്ടെ തൻ്റെ ചുരുളൻ മുടി അഴിച്ച് അല്പം മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് ജിസലിനോടും ഒക്കെ സംസാരിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എന്താണ് വ്യക്തമായ ഗെയിമിലേക്ക് ഇറങ്ങാത്തത് എന്നതിനെക്കുറിച്ച് വളരെ സംശയമാണ്. മലയാളികളുടെ പുതിയ ടിപ്പിക്കൽ അമ്മാവനായിട്ട് ഷാനവാസ് അവരോഹിക്കപ്പെടുന്നു എന്നൊരു സംശയം ഇല്ലാതില്ല. ഇന്നലെ ജിസലിൻ്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നോമിനേറ്റ് ചെയ്യുമ്പോൾ പോലും ഷാനവാസ് പറഞ്ഞത് അല്പം പ്രേക്ഷകരെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഒരു ടിപ്പിക്കൽ അമ്മാവൻ ക്യാരക്ടറിലേക്ക് മാറുന്നത് എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി. മുൻഷി രഞ്ജിത്ത് ആവട്ടെ ബിഗ് ബോസ് ഹൗസ് എന്നാൽ വഴക്കിടാനുള്ള സ്ഥലമാണോ എന്നൊരു ഡൗട്ടോടു കൂടിയാണ് വന്നതെന്ന് തോന്നുന്നു. പലപ്പോഴും അത് അവിടെ പറയുന്നുമുണ്ട്. എന്തു തന്നെയായാലും ചിരിയും കളിയും അല്ലാതെ അല്പം കോൺട്രിബ്യൂഷൻ കൂടി ആയാൽ നന്നായിരിക്കും. ആദിലയും നൂറയും ഒരുമിച്ച് വന്ന കപ്പിൾസാണ്. 2 പേരുടെ ഒരു എഫക്റ്റ് അതിൽ വരേണ്ടതാണ്. എങ്കിൽ പോലും ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പവർ പോലും അതിൽ വരുന്നില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നുമില്ല. ഓനിയൽ നല്ലൊരു കുക്കാണ്, നല്ലൊരു വ്യക്തിയാണെന്നും തോന്നുന്നു. വ്യക്തമായിട്ട് ഗെയിമിനെക്കുറിച്ച് അറിയാം. എന്തായാലും മറ്റുള്ളവരെ പോലെ ഒരിടത്ത് മാറി നിൽക്കുന്നില്ല, ആക്റ്റീവാണ്, സംസാരിക്കാനുള്ള കഴിവുമുണ്ട്. പോകെ തെളിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഗെയിം എന്താണെന്നും ഗെയിമിനുള്ള ഗെയിമേഴ്സ് എന്താണെന്നും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് രേണു സുധി വന്നിരിക്കുന്നത്. രേണു സുധിയുടെ ഗെയിമിനുള്ള അപ്രോച്ച് വളരെ വ്യത്യസ്തമാണ്. എന്തായാലും നെഗറ്റീവായി വന്ന് പോസിറ്റീവിലേക്കുള്ള യാത്രയിലാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7-ൽ രേണു സുധി കുറേ നാൾ എന്തായാലും നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പ്രായത്തിൽ കുറവുള്ള റെന ഫാത്തിമ തൻ്റെ പ്രായത്തെ വെറുതെ പറഞ്ഞ് വലിച്ചിട്ട് മോശമാക്കല്ല ചേട്ടാ എന്നൊക്കെ പല കണ്ടസ്റ്റൻസിനും താക്കീത് കൊടുത്തു കഴിഞ്ഞു. റെനയിലും നല്ല രീതിയിലുള്ള കാലിബറുണ്ട്. അല്പം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ റെന ഫാത്തിമയ്ക്ക് ഫൈനൽ 5-ൽ എത്താവുന്നതേ ഉള്ളൂ എന്നാണ് പൊതുജനത്തിൻ്റെ അഭിപ്രായം.
സീരിയലിൽ നിന്ന് ക്യൂട്ട്നെസ്സോട് കൂടി എത്തി ക്യൂട്ടായി നിൽക്കാൻ തന്നെ ശ്രമിക്കുകയാണോ ബിന്നി എന്ന സംശയം ബിന്നിയുടെ പെർഫോമൻസിലൂടെ ഓഡിയൻസിന് തോന്നുന്നുണ്ട്. ബിന്നി റിയൽ ആയിട്ടല്ല നിൽക്കുന്നത് എന്നുള്ള സംശയവും പലരും പങ്കുവെച്ച് കഴിഞ്ഞു. ബിന്നിയായി തന്നെ നിന്ന് കഴിയുന്നത് പോലെ ഗെയിം കളിക്കുക, അത്രേ പറയാനുള്ളൂ. ഒരു കോമണറായി വന്ന് അൺകോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ക്യാപ്റ്റനായി മാറിയ കോമണർ അനീഷ് എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു സ്ട്രാറ്റജിയുള്ള പ്ലെയർ തന്നെയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തു തന്നെ ആയാലും വളരെയധികം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് എന്ന് തന്നെ പറയാം. ആ രീതിയിലേക്ക് അനീഷ് മാറിക്കഴിഞ്ഞു. ആ ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ശ്രദ്ധ അനീഷിലാണ്. അനീഷിൻ്റെ തീരുമാനങ്ങളാണ്, അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ് അനീഷിനെ അവിടെ വ്യത്യസ്തമാക്കുന്നത്. ഒരുപാട് വെറുപ്പിക്കാതെ നിന്നാൽ അനീഷ് ഫൈനൽ 5-ൽ എത്താൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ്. RJ ബിൻസി അവിടെ ഉണ്ടെങ്കിലും RJ ബിൻസിക്ക് ടാലൻറ്റും കാലിബറും ഉണ്ടെങ്കിലും അവർക്ക് ഇടം കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നല്ല രീതിയിൽ സംസാരിക്കാനും ഗെയിം കളിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കുട്ടി തന്നെയാണ് RJ ബിൻസി. നല്ലൊരു മത്സരാർത്ഥി കൂടിയാണ്. പക്ഷേ എന്തോ എവിടെയോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയം വരുമായിരിക്കും. നെഗറ്റീവായി വന്ന് പോസിറ്റീവായി തിരിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ് ശാരികയെക്കുറിച്ച് പുറത്ത് എന്തുമായിക്കോട്ടെ സംസാരം, പക്ഷേ അവർ വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസിന്. നല്ല രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും നല്ല രീതിയിൽ ഗെയിമുകളെ സമീപിക്കാനും കണ്ടസ്റ്റൻസുമായിട്ട് ഒരു നല്ല ആത്മബന്ധം സ്ഥാപിക്കാനുമൊക്കെ ശാരികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാരിക വളരെ കാലം ബിഗ് ബോസിന് ഒരു മുതൽക്കൂട്ടായി മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഇതുവരെയുള്ള പ്രകടനത്തിൽ നിന്ന് കണ്ടസ്റ്റൻസിനെ കുറിച്ച് കിട്ടിയ കാര്യങ്ങൾ. എന്തായാലും പോകെ ഇത് മാറി മറിയാം. എന്തു തന്നെയായാലും വീറും വാശിയും നിറഞ്ഞ ഒരു സീസൺ നമുക്ക് പ്രതീക്ഷിക്കാം.